കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. ഈശ്വരേച്ഛ അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും നർമ്മ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്ന സമയം പെട്ടെന്ന് ഭഗവാനെ എന്ന് വിളി കേട്ടു. ആരാണ് ഈ സമയം എന്നെ വിളിച്ചത്? ഓ, മനസ്സിലായി. തൻ്റെ ഒരു ഭക്തൻ എവിടെന്നോ ധാന്യം സമ്പാദിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോകുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ഒരു വറ്റ് ഭഗവാന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഭഗവാനെ വിളിച്ച് അനുവാദം ചോദിക്കുക ആ ഭക്തന്റെ പതിവാണ്. ഭഗവാൻ അത് കാണുകയും ചെയ്യും. ആ ഭക്തൻ വലിയ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആരോടും പരാതിയില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും. ഏതായാലും ഒരു നേരമെങ്കിലും ഭഗവാൻ അന്നം തരുന്നുണ്ടല്ലോ. ആ സാധു സന്തോഷത്തോടെയും തൃപ്തിയോടെയും ജീവിച്ചു. ആ ഭക്തൻ കൊടുക്കുന്ന പങ്ക് ഭഗവാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഈ സമയം ദേവി ചോദിച്ചതൊന്നും ഭഗവാൻ കേട്ടില്ല. ദേവി വീണ്ടും ചോദിച്ചു, അങ്ങിപ്പോൾ എങ്ങോട്ടാണ് പോയത്? എന്നെ ഒരു ഭക്തൻ വിളിച്ചു. ഞാൻ എന്താണ് കാര്യം എന്നറിയാൻ പോയതാണ്. എന്തായിരുന്നു കാര്യം? എൻ്റെ ഭക്തന് ഇപ്പോഴാണ് ഭക്ഷണം കിട്ടിയത്. കഴിക്കാൻ എൻ്റെ അനുവാദം ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങയുടെ അനുവാദമില്ലാതെ ഒന്നും നടക്കുകയില്ലേ? ഇല്ല ദേവി. സംശയമുണ്ടെങ്കിൽ തീർത്തു തരാം. നമ്മോടൊപ്പം വന്നാലും ദേവി. ആ സാധുവായ ഭക്തന്റെ സമീപത്തായി ഒരു ധനികൻ പാർത്തിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് അഹങ്കരിച്ചിരുന്നു. നട്ടുച്ച സമയം ഭഗവാൻ ദേവിയും ഒന്നിച്ച് അവിടെ ചെന്നു. ധനവാൻ സന്തോഷിച്ചിരുന്ന സമയം ഭാര്യ അദ്ദേഹത്തെ ഊണിന് ക്ഷണിച്ചു. അയാൾ എഴുന്നേറ്റ് തീന്മേശയുടെ അരികിൽ കസേരയിലിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ട്. ഇനിയും ഉണ്ട് കളയാമെന്ന് വിചാരിച്ച് ഉരുളയാക്കി വായിലേക്കിട്ട് ഇറക്കി. അയാൾക്ക് ഈശ്വരസ്മരണ ഉണ്ടായിരുന്നില്ല. അടുത്ത ഉരുള കയ്യിലെടുത്തു. ഉരുള വായിലേക്കിട്ടുവെങ്കിലും വഴുതി മാറി തറയിൽ പോയി. വായിലെത്തിയില്ല. അതുകൊണ്ട് വയറ്റിലും എത്തിയില്ല. ബാക്കി ഭക്ഷണം അവന് കഴിക്കാൻ പറ്റിയില്ല. വേഗം ആശുപത്രിയിൽ പോകേണ്ടതായി വന്നു. ഭഗവാൻ പറഞ്ഞു, ദരിദ്രൻ ഇതാണ് ഈശ്വരേച്ഛ എന്ന് വിചാരിച്ച് ഭഗവാനെ വിളിച്ചു. ഉള്ള ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു. ധനാഢ്യനാകട്ടെ ഞാനെന്ന ഭാവത്തിൽ സുഭിക്ഷം ആഹരിക്കാൻ തുടങ്ങി. ഈശ്വരേച്ഛ ഇല്ലാത്തതിനാൽ കഴിക്കാൻ സാധിക്കാതെ വന്നു.